ചെയ്യുന്നു. പിന്നെ നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട അതിഥി, നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മാത്യു കൊടുങ്ങാടൻ, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ ചുരുക്കിയിരിക്കുകയാണ്. സദസ്സിലുള്ള സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ എത്തിയതിൽ കാണുന്നതിലും വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ മാത്യു കൊടുങ്ങാടൻ ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരിയുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു ആദർശധീരനായ ഒരു കർമ്മയോഗി എന്ന് പറയാൻ ഡോക്ടർ മാത്യു കൊടുങ്ങാടനെ ഞാൻ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ യുവതലമുറയ്ക്കും അദ്ദേഹം ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ അധികം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ VT ബൽറാം, അല്ലെങ്കിൽ ഒരു ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ 3-4 പേരിലാണ്. ഹലോ, എൻ്റെ പേര് സാബു കോവക്കാട്ടിൽ. ഈ സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഏത് പരിപാടിക്കും ഒരു ഗസ്റ്റായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ക്ഷണിക്കുന്ന ഒരാളാണ്. സാധാരണ രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ ഞാൻ വരുന്നത് എനിക്കിഷ്ടമുള്ള ആൾക്കാരുള്ളതേ ഉള്ളൂ. ഞാനൊരു UDF പ്രവർത്തകനാണ്. 1978 മുതൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പറായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് 11 മാസമായത് ഇവിടെ വന്നിട്ടുള്ളൂ. ഈ സ്റ്റേജിലും വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ എല്ലാ നല്ല ആളുകൾക്കും ഈ നല്ല ഈവനിങ്ങിലെ ആശംസകൾ നേരുന്നു. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. ഏതാണ്ട് 83 പേര് ഉള്ള ഹൈപ്പവർ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ. എനിക്ക് ഈ മാത്യു സാറിനോട് അടുത്ത് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അല്പം തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങനെ പറ്റി പറഞ്ഞു. അതിൽ ഒരുപാട് പറയാറുണ്ട്. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ നിർത്തുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ്. മൂവാറ്റുപുഴ അസംബ്ലിയിലേക്ക് മാത്യു സാറ് മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സീറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഞാനും കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരാൾ അരുണച്ചൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അറക്കൽ പിതാവിനെ വരെ കാണാൻ പോയി ആ സീറ്റ് ഫ്രാൻസിസ് ജോർജിന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് രാജു ചേട്ടനോട് മാത്യു സാറിനെ ചോദിച്ചാൽ അറിയാം. ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. രാജു ചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നുണ്ടോ ഫ്രാൻസിസ് ജോർജിനെ. അത് 33 വർഷമായിട്ടുള്ള ബന്ധമാണ്. എനിവേ, അന്ന് പോകാനുള്ള കാരണം മാലം സുരേഷ് എന്ന് പറഞ്ഞ അറക്കൽ പിതാവിന്റെ ഏറ്റവും അടുത്ത ആൾ പറഞ്ഞു, അറക്കൽ പിതാവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ സംഗതി തരപ്പെടും എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ കേരള കോൺഗ്രസിൽ ചില അടിപിടി പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളും പ്രകടനങ്ങളും ഉണ്ട്. അന്ന് ഇങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹത്തിന് മിറ്റത്തുള്ള മൂവാറ്റുപുഴ സീറ്റ് കിട്ടിയാൽ അദ്ദേഹം 100% ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പല ആൾക്കാരും അദ്ദേഹത്തിന് ആ സീറ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കി. അന്ന് ഈ കൊടനാടൻ സാറ് ഈ എൻ്റെ പിക്ചറിലൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു സത്യം. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ കേരള കോൺഗ്രസിനകത്തെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം അത് കിട്ടിയില്ല, നടന്നില്ല. PJ സാർ കോവിഡായിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം. എനിവേ, നിർഭാഗ്യവശാൽ കിട്ടിയില്ല. പക്ഷേ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. ഫ്രാൻസിസ് ജോർജിനെക്കാളും എന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതിലും പ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജികനെ കേരള നിയമസഭയിൽ കിട്ടിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്ന് സാറ് വരുന്നുള്ളവരും ഫ്രാൻസിസ് ജോർജിനെ അറിയിച്ചിരാവില്ല. ഇന്നാണ് വരുന്നത്, മോൻസ് പോകുന്നോ എന്ന് ചോദിച്ചു. മോൻസ് ഇന്നോ നാളെ മുട്ടക്കാരെന്ന് പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് പോട്ടെ. എനിക്ക് ആ അർത്ഥം ആവശ്യപ്പെടാനും നിങ്ങളുടെ സാക്ഷിക്കുള്ള ഒന്ന് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ 21 വർഷം മുമ്പ് നാട്ടിൽ പോയി, നാട്ടിൽ ജീവിച്ച ആളാണ്. നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കളികളും കണ്ടു. ന്യൂയോർക്കിൽ നിന്നും 2003 നാട്ടിൽ പോയി പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി 3 പേരും ഇവിടെ വന്ന് സെറ്റായി. ഇനി പിള്ളേരുടെ കൂടുതൽ ഞാനും എൻ്റെ ഭാര്യയും കുടിയേറിയ സമയം. ഇപ്പം 21 വർഷത്തിന് ശേഷം ഞാൻ വന്ന് കയറിയത് ഭൂഷണങ്ങൾ എന്ന മഹാസൗഭാഗ്യങ്ങളുടെ നടുവില എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരുപാട് സ്നോ കുത്തിയിട്ടുള്ളതാണ് ന്യൂയോർക്കില്. എനിക്കറിയേണ്ട 2-3 കാര്യങ്ങൾ സാർ എനിക്ക് പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടില്ല റിപ്ലൈ തരണം. എക്സ്ട്രാ ലോജിക്കൽ കമ്പനിയുമായിട്ടുള്ള പ്രശ്നം, വീണ വിജയന്റെ ഇത്, അതുപോലെ കരിമണ്ണ ഖനനം കർത്ത, പിന്നെ ഒരു PWC, ഈ 3-4 കരുത്തുറ്റ കാര്യങ്ങൾ സാറ് നിയമസഭയിൽ ഉന്നയിച്ചു. തകർത്തായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സീറ്റിൽ എഴുതിട്ട് പോയ കാര്യം വരെ എന്നോട് പറഞ്ഞു. പുള്ളിക്ക് മറുപടി പറയാൻ ഇല്ലാത്ത അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ആ പ്രശ്നം അതോടെ കെട്ടടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു സാറേ. എന്നാണെന്ന് അറിയാൻ പറ്റില്ല. സാറിന്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ഇല്ലാച്ചിട്ടാണോ, യു ഡി എഫിന്റെ തകർച്ചയാണോ, യു ഡി എഫിന്റെ കഴിവുകളാണോ, എന്താണെന്ന് എനിക്കറിയാം. അതോ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു അന്തർധാരം ഉണ്ടായി പിണറായി വിജയനെ CBI കേസിൽ നിന്ന് രക്ഷപ്പെടുത്തൊക്കെ എനിക്കൊന്നും അറിയാം. അങ്ങനെ ഒരു സുപ്രീം കോടതിയാണ്. ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത കാരണം നാട്ടിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥയായെന്ന് 21 വർഷം നാട്ടിൽ നിന്ന് ഞാൻ ഇപ്പൊ പറയുവാണ്. എനിക്കിപ്പോ നാട്ടിൽ പോകാൻ പേടിയാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാര് നമ്മളെ ഒരിക്കലും ബലമായിട്ട് കയറുന്നു. സൗചേട്ടാ ഇച്ചിരി പൈസ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ അടുത്ത ഒരു 8 മാസം 6 മാസം ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ ഒരു ഭരണം മാറി. ഞാൻ ആരെയും രാഷ്ട്രീയപരമായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നരുത്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ കുഴൽനാടൻ സാറിനെ പോലെയുള്ളവർ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന്റെ അങ്ങേരുടെ വീട് അളക്കുന്നതും അങ്ങനെ പുറത്താക്കുന്നതും കേസ് കയറുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാനാണ്. പക്ഷെ ഇവിടെയുള്ള ഇതുപോലെയുള്ള മഹാന്മാർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. എന്താണ് സാറിനൊക്കെ പറ്റിയത്? സാറിനെ പോലുള്ള അപൂർവത്തിൽ 2-3 പേർ അവർക്ക് പറ്റിയത് തന്നെയാണ്. എന്ത് പറ്റിയത് ഞാൻ ആകാംക്ഷയോടെ വളരെയധികം വിഷമത്തോടെ പറയണത്. കാരണം അതുപോലെ സാറ് നിയമസഭയിൽ ഓരോ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞു. അതെല്ലാം മറുപടി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആരെയൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ സംഭവിച്ചപ്പോൾ തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് സാറിനെ അടുത്ത് കാണാനും പരിചയപ്പെടാനും വന്നതാണ്. എന്നോട് ക്ഷമിക്കണം, സമയം കൂടുതൽ എടുത്ത് ക്ഷമിക്കണം. എല്ലാവർക്കും എന്റെ നന്ദി.